ഇവിടുന്ന് കല്ല് കൊണ്ടുപോകാൻ പാടില്ല വീട്ടിലേക്ക്. നമുക്കിപ്പോൾ നല്ല മൂഹിക്കുമ്പോൾ ഇളനിമ്പെപ്പ് കഴിഞ്ഞ് ഇളനിരാട്ടം കഴിഞ്ഞാൽ കുങ്കുമം കിട്ടും. അത് ഓരോ കല്ലെടുക്ക് ഉരക്കണതിൻ്റെ അനുസരിച്ചാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർക്കാണ്. കൊട്ടിയൂരിലെ വൈശാഖ മാസ ഉത്സവം കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ദക്ഷിണ കാശി എന്ന പേരിലും അറിയപ്പെടുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ചെറിയ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നും എൻ്റെ ഫ്രണ്ട് സുബിനും ജിജീഷുമുണ്ട് നമ്മുടെ കൂടെ ഈ യാത്രയിൽ. മെയ് ജൂൺ മാസങ്ങളിലാണ് കൊട്ടിയൂർ വൈശാഖ മാസ ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം കേരളത്തിൽ നല്ല രീതിയിലുള്ള മഴയുണ്ടാകും. മഴയത്താണ് ഈ ഉത്സവത്തിൻ്റെ എല്ലാവിധ ആചാരങ്ങളും ആഘോഷങ്ങളും നടക്കുന്നത്. കോഴിക്കോട് എത്തുന്നതിന് മുമ്പുള്ള കുരിയാട് ഭാഗത്തുള്ള NH66 റോഡ് പൊളിഞ്ഞതുമൂലം നമ്മൾക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം ബ്ലോക്കിൽ നഷ്ടമായി. വൈശാഖോത്സവത്തിലെ വിശേഷ ദിവസങ്ങളിലൊന്നായ ജൂൺ 15 നടക്കുന്ന തിരുവോണ ആരാധനയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ജൂൺ 15 ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. തലേദിവസം ഇവിടെ ഏതാണ്ട് 6 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് പലർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിച്ചത്. കൂടാതെ ഏതാണ്ട് 8 കിലോമീറ്ററോളം വാഹനങ്ങളുടെ ബ്ലോക്കുമുണ്ടായിരുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളായ പേരാവൂർ, കോലാട്, കേളകം തുടങ്ങിയ പ്രദേശങ്ങളിൽ നമ്മൾക്ക് ഹോട്ടലുകളും റൂമുകളും ലഭ്യമാണ്. ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന കോലാടാണ് ഞങ്ങൾ റൂം എടുത്ത് രാത്രി സ്റ്റേ ചെയ്തത്. പോകുന്ന വഴി കണ്ണവം എന്ന സ്ഥലത്ത് അന്നദാനമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. ഇവിടെ വെച്ച് നമ്മൾ 17-ാം തീയതി നടക്കുന്ന ഇളനീർ വെപ്പും 18-ാം തീയതി നടക്കുന്ന ഇളനീരാട്ടത്തിലും പങ്കെടുക്കാൻ പോകുന്ന ഭക്തരെ കാണുകയുണ്ടായി. ഇവർ നമ്മൾക്ക് ഇളനീർ വെപ്പ്, ഇളനീരാട്ടം തുടങ്ങിയ ചടങ്ങുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കുകയും പറഞ്ഞു തരികയും ഉണ്ടായി. ദിവസം കഴിഞ്ഞാലുള്ള വ്രതം, വിഷു കഴിഞ്ഞ പാട് അന്ന് ഇറച്ചി, മീൻ, ഇത് മാംസങ്ങളൊന്നും കൂട്ടാൻ പാടില്ല. പിന്നെ ഇളനിക്കാർ നെയ്ക്കാർ പോയി കഴിഞ്ഞാലാണ് ഇളനിക്കാർ പോകും. പിന്നെ ഇളനീരാട്ടം കഴിഞ്ഞാൽ, ഇളനിമ്പെപ്പ് കഴിഞ്ഞ് ഇളനീരാട്ടം കഴിഞ്ഞാലാണ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങും. മുത്തപ്പന് പയൻകുറ്റി ഇത് വെച്ച് കഴിഞ്ഞാൽ വടകര നടക്കുക കഞ്ഞിപ്പുര. ഇളനീർ നിയമമുണ്ടോ? ഇളനീർ പറിക്കുമ്പം വിളക്ക് വെക്കും. വിളക്ക് വെച്ച് ചെന നടത്തും. എന്നിട്ടേ ചെയ്യും. അത് ഓരോ വീട്ടിൽ ഒരു ഏൽപ്പിക്കുന്ന 2-3 വീട്ടിൽ പോയിട്ട് ഒരു പൈസ വാങ്ങൂല. മറ്റിച്ചായി ഞങ്ങൾ എന്തെങ്കിലും ഒരു ഇല്ല, അത് 2 വീട്ടിൽ നിന്ന് എടുക്കുന്ന 2-3 വീട്ടിൽ പോയിട്ട് മുറിക്കും. അതേ ഉള്ളൂ. അത് ഒരു നേരത്തെ ഇതോട് കൂടിയിട്ടാണ് മുറിക്കും. അത് ഓരോരോ ഇതുണ്ട്. പാള ഐക്യത്തിൻ്റെ ഉണ്ട്, പിന്നെ പോഞ്ചീൻ്റെ ഉണ്ട്, പിന്നെ തൊപ്പിയുണ്ട്. അത് ഓരോന്ന് ഇതെല്ലാം ചെയ്തിട്ടേ ചെയ്യും. ഇത് പാള. തൊപ്പി ഞങ്ങൾ നോമ്പ് കുറഞ്ഞതിന് ശേഷം ഒഴിവാക്കി. പിന്നെ ഇത് തൊപ്പി അല്ല, ഇത് പാള, ഇത് കൈപ്പാളയാണ്. പിന്നെ ഇത് പോഞ്ചി. ഇത് പോഞ്ചി. ഇതിൻ്റെ അകത്ത് ശീല, പിന്നെ ഡ്രസ്സും മാത്രമേ, പിന്നെ കുരുമുളക്, പിന്നെ അവില്, പഞ്ചസാര ഇതെല്ലാം. ഇത് ഇതിൻ്റെ ഭാഗമായിട്ട്. ഇത് നേർച്ചയല്ല, ഇത് ഞങ്ങൾ ഇതിൻ്റെ ഐക്യങ്ങളാണ്. ഇത് ചെയ്യുന്ന കർമ്മങ്ങളാണ്. കർമ്മ ഇതിനെല്ലാം ആര് പോകും, ഏതാൾക്കാർ പോകുമ്പോൾ വേണം. ഇത് ഇതിൻ്റെ ഇതെല്ലാം വേണം. ഇത് പിന്നെ ശീല, അവിടെ നിന്ന് പുറപ്പെടുമ്പോഴുള്ള സാധനമാണ്. ഇതിൻ്റെ അകത്ത് പൈസ വെച്ചിട്ട്, ഇത് പൈസ അവിടെ ഒറ്റ നാണയമിടുന്ന ആ പൈസ ഇതായിട്ട്. പിന്നെ ഇതിൻ്റെ വ്രതാണ് ഇതിന് വലിയ. ഇത് പിന്നെ നടത്താണ് 3 ദിവസം ഫുള്ളായിട്ട്. ഇന്ന് കൂത്തുപറമ്പെന്ന് വിട്ട് നാളെ മറ്റന്നാൾ 18-നാണ്, 17-ാം തീയതി രാവിലെ ഉച്ചയാകുമ്പോഴേക്കാണ് കൊട്ടിയിലേക്ക് ഞങ്ങൾ എത്തും. അതുവരെ നടത്താം. 2 കഞ്ഞിപ്പുര ഇനിയുണ്ട് പുറത്ത്. ഒന്ന് തെറ്റി വഴി, ഒന്ന് ചുങ്കക്കൊന്ന് ഉസ്തു. നടന്നു. ഞങ്ങൾ കൂത്തുപറമ്പ് 19 കൊല്ലമായി പോകും. 19 കൊല്ലം തുടർച്ചയായിട്ട്. ഞാളിപ്പം 11 ആളാണ്. ചിലപ്പം 14 ആളുണ്ടാവും, ചില കൊല്ലം ചിലപ്പം 15 ആളുണ്ടാവും. പിന്നെ ചില ആൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിൽ ഒഴിഞ്ഞു പോകും. ചുങ്കക്കുന്ന് പിന്നെ സന്നിധാനത്തിലേക്ക് പോകും പിറ്റേ ദിവസം. അന്ന് വൈകുന്നേരമായിരിക്കും പിന്നെ ഈ ഇളനീരാട്ടം എന്നറിയപ്പെടുന്നു. ഈ ഇളനീർ ചെത്തിയിട്ട് അതിന് അവകാശികളുണ്ട്. അവർ ചെത്തിയിട്ട് കൈക്കോളന്മാർ ചെത്തിയിട്ട് പിന്നെ നമ്പൂതിരിമാർ വിഗ്രഹത്തിൽ ഒഴിക്കും. അതാണ് ഇളനീരാട്ടം. ഇതിൻ്റെ ഫസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കർമ്മങ്ങളും പല ഇതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പിന്നെ നെയ്യാട്ടം. കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു. അത് 1 മാസക്കാലം അവിടെ മഠത്തിൽ നിൽക്കണം. ആ മഠത്തിൽ നിന്നതിന് ശേഷം ഇവർ ഇങ്ങോട്ട് വന്ന് പിന്നെ 8-ാം തീയതി നെയ്യാട്ടം കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. അതിനുശേഷം ഞങ്ങൾ ഇളനിക്കാറാണ് പിന്നെ ജീപ്പ് വരുന്നത്. ഈ ഇളനിക്കാറ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്.
പിന്നെ ഞങ്ങളൊരു മാസം വ്രതം ഉണ്ടാവും വിഷു കഴിഞ്ഞാൽ. ഒരു കഞ്ഞിപ്പുരയിൽ ഒരു മൂപ്പനുണ്ടാവും. അവരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പോകേണ്ട ആൾക്കാരും അതുപോലെ തന്നെ അവിടെ ഒത്തുകൂടുക. ഇതാണ് ഇതിൻ്റെ ആചാരാനുഷ്ഠാനം. കുട്ടികൾക്കുള്ള വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ രാവിലെ 5 മണിക്ക് കോലാടാണ് സ്റ്റേ ചെയ്തത്. വണ്ടികളിങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സും ട്രാവലറും ഒക്കെ ആയിട്ട് 15-ാം തീയതി അതിരാവിലെ 5 മണിക്ക് തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. നല്ല രീതിയിലുള്ള തിരക്കും ബ്ലോക്കും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിന് ഏതാണ്ട് 5 കിലോമീറ്റർ ഇപ്പുറം ചുങ്കം എന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത ശേഷം നടന്നു പോവുകയാണ് ചെയ്തത്. ദക്ഷിണകാശി എന്ന വിളിപ്പേരുള്ള കൊട്ടിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്താണ്. ഇക്കരെ കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂർ എന്നീ 2 ക്ഷേത്രമുണ്ട്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത്. വൈശാഖോത്സവത്തിൻ്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത്. തൻ്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സീതാദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. ഇതിൽ കോപാകുലനായ ശിവൻ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ തലയെറുത്തു. മൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി. അങ്ങനെ പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റ നമ്പൂതിരി കോവലയിൽ കലശമാടിയെന്നാണ് വിശ്വസിക്കുന്നത്. വൈശാഖോത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്നാണ് കരുതപ്പെടുന്നത്. മലയാള മാസമായ ഇടവം മാസത്തിലെ ചോതി ദിവസത്തിലാണ്, അതായത് മെയ് ജൂൺ മാസങ്ങളിലാണ് ഉത്സവം തുടങ്ങുന്നത്. ഇളനീരാട്ടത്തോടെ ആണ് ഈ ഉത്സവം ആരംഭിക്കുക. ആദ്യം കണ്ടെത്തിയ ശിവലിംഗം ആദ്യത്തെ ഇളനീർ അഭിഷേകം നടത്തിയതിനു ശേഷമാണ്. അതുകൊണ്ടാണ് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങ് ഇളനീരാട്ടമായത്. പിന്നീട് 28 ദിവസങ്ങൾക്ക് ശേഷം തിരുകലാശത്തോടുകൂടി ഉത്സവം സമാപിക്കുന്നു. ഈ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായ ചടങ്ങുകൾക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ്. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത്. താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ്. പിന്നീട് ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയാന്മാരാണ്. കൂടാതെ അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരേണ്ടത് നായർ ഭാഗത്തിൽപ്പെട്ടവരാണ്. ഇളനീരാട്ടത്തിനുള്ള ഇളനീർ കൊണ്ടുവരേണ്ടത് തീയർ ഭാഗത്തിൽപ്പെട്ടവരും. കത്തിക്കാനുള്ള വിളക്കുതിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ സമുദായക്കാർക്കാണ്. ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളുത്തുണ്ട്. ബാവലിക്കരയിൽ നിന്നും വിഗ്രഹം കണ്ടെത്തിയതിൻ്റെ അനുസ്മരണ ചടങ്ങാണിത്. സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവ ഇലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് സമർപ്പിക്കുന്നതാണിത്. തണയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ. എടവത്തിലെ ചോതിനാളിൽ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നു. ഈ വാളുകൊണ്ടാണ് വീരഭദ്രൻ ദക്ഷനെ കൊന്നത് എന്നാണ് വിശ്വാസം. മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മൾക്ക് ക്ഷേത്രത്തിന് സമീപത്തുള്ള ബാവലിപ്പുഴയിൽ മുങ്ങി 2 കല്ലുകൾ എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഞങ്ങളിവിടെ കൊട്ടിയൂർ തൊഴാവുന്നതാണ്. ഇവിടെ കുളിച്ചിട്ട് നമ്മൾ മുങ്ങി 2 കല്ലെടുക്കും. എന്നിട്ട് അത് ഉരച്ചിട്ട് നമ്മൾ ഭസ്മവും കിട്ടും, ചിലർക്ക് ചന്ദനം കിട്ടും, ചിലർക്ക് കുങ്കുമം കിട്ടും. അത് ഓരോ ഉരക്കണതിൻ്റെ അനുസരിച്ചാണ്. എന്നിട്ട് അത് നമ്മൾ നെറ്റിയിൽ തൊട്ടിട്ട് പുറകോട്ട് കളയും. അതല്ല വീട് പണിയാനിട്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ കല്ല് ഇവിടെ ഒരു ആ തറയുണ്ട്, ആ തറയിൽ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. എൻ്റെ പേര് രമാദേവി. കട്ടൻ രാജവംശർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അധികാരമുള്ളവരായതിനാൽ ഈ വാർഷിക മഹോത്സവം അവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ചരിത്രപരമായി മഹോത്സവത്തിൻ്റെ ഭാഗമായ ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും അക്കരെ കൊട്ടിയൂരിലേക്കുള്ള കടന്നുപോക്കൽ ചടങ്ങുകൾ നടക്കുന്നതിന് കട്ടൻ രാജാവിൻ്റെ അനുമതി ആവശ്യമുണ്ടായിരുന്നു. കട്ടൻ വംശത്തിലെ മൂത്തവനും ഇളയവനും യഥാക്രമം വലിയ മുത്തപ്പൻ, ചെറിയ മുത്തപ്പൻ എന്നിവ അറിയപ്പെടുന്നു. ഈ മുത്തപ്പന്മാരുടെ താമസം സ്വാതന്ത്ര്യമരിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിൽ ജനനമോ മരണമോ മൂലമുണ്ടാകുന്ന പുല ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതികൾ നിലനിർത്തുന്നത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇളനീർ കരിക്ക് കൊണ്ടാണ് അഭിഷേകം. തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗം ഉള്ളത്. ഈ തടാകത്തിൽ തന്നെ മറ്റൊരു തറയായ അമ്മത്തറക്കല്ലിലാണ് ആദിപരാശക്തിയെ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. തുമ്പയും തുളസിയും കൂവളത്തിലെയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത്.
ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകങ്ങളിലൊന്നാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ. ഭൃഗുമുനിയുടെ വെളുത്ത താടി എന്നാണ് ഐതിഹ്യം. ദക്ഷന്റെ മുടിയാണെന്നും ഇത് ഒരു വിശ്വാസമുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നും ഏതാണ്ട് 58 കിലോമീറ്റർ മാറി 1.25 മണിക്കൂറിൻ്റെ യാത്രയാണ് കൊട്ടിയൂരിലേക്കുള്ളത്. കൊട്ടിയൂരിൻ്റെ കവാടമെന്ന് വിശേഷിപ്പിക്കുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള ബസ് സർവീസ് ഉപയോഗിച്ച് എത്തിച്ചേരുകയും ചെയ്യാം. ഇവിടെ നിന്ന് ഏതാണ്ട് 6 മണിക്കൂറോളം ക്യൂവിൽ നിന്ന ശേഷമാണ് ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. രാവിലെ 5:30 ഹോട്ടൽ റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ തുടങ്ങിയ മഴ വൈകിട്ട് 7:30 ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തുന്നവരെ തുടർന്നു. ആ മഴ പൂർണ്ണമായി നനയുകയും ചെയ്തു. ഈ മഴക്കാലത്താണ് കൊട്ടിയൂർ മഹോത്സവം നടക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു മനോഹാരിതയും ഭംഗിയും. ഇത് കയറാൻ വഴിയില്ല. കൊട്ടിയൂർ അമ്പലത്തിലെ പെരുവണ്ണാൻ സ്ഥാനീയൻ അരുൺ, അദ്ദേഹം നമ്മൾക്ക് കൊട്ടിയൂർ അമ്പലത്തിലെ ചടങ്ങുകളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു തരികയുണ്ടായി. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് അരുൺ പെരുവണ്ണാൻ. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഒരു സ്ഥാനം? നമ്മളിവിടെ പെരുവണ്ണാൻ സ്ഥാനീയനാണ്. പെരുവണ്ണാൻ, ഓക്കെ. നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ചരിത്രം കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? ആവട്ടെ, എനിക്കറിയുന്ന പോലെ ഞങ്ങൾക്ക് കുറച്ച് വിശദീകരിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ആദ്യ ചടങ്ങായിരിക്കുന്നത് പ്രക്കുഴം മുതലാണ് ഇവിടുത്തെ ചടങ്ങിൻ്റെ ആരംഭം ഉണ്ടാവുക. കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങ് തുടങ്ങുന്നത് പ്രക്കുഴം മുതലാണ്. അപ്പോൾ ആ പ്രക്കുഴത്തിന് നമ്മൾ ഇക്കരെ അമ്പലത്തിൽ, അപ്പുറത്തെ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല, പോകണം, തിരിച്ചു പോകണം. ഇക്കരെ അമ്പലം എന്ന് പറയാം. ഇത് അക്കരെ കൊട്ടിയൂർ, മറ്റേത് ഇക്കരെ കൊട്ടിയൂർ. അപ്പോൾ ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിൽ അവിടെ കിഴക്ക് ഭാഗമായിട്ട് ആയിലാർ കാവിന് മുന്നിലായിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്നതിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് ഈ തണ്ണീർ കുടി ചടങ്ങ് നിന്നത്. രാവിലെയാണ് അത് ചെയ്യുക. ഒരു 9 മണി ആ ടൈമിന് ഏകദേശം ആ സമയത്തോട് അങ്ങോട്ടാണ് വരുക. അപ്പോൾ ആ തണ്ണീർ കുടി വെച്ച് നമ്മൾ 7 സ്ഥാനികന്മാരുണ്ടാവും. ആ 7 സ്ഥാനികന്മാർ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തണ്ണീർ കുടി ചടങ്ങെടുത്തുകൊണ്ട് നമ്മൾ ചന്ദ്രേരി മാവ് എന്ന് പറഞ്ഞൊരു മാവുണ്ട്, അവിടെ പോയി ഈ നിവേദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിക്കൊണ്ടൊരു പ്രാർത്ഥനയും കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞ് ഇനി അക്കരെ അമ്പലത്തിൽ രാത്രിക്ക് ഒരു 12 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് ഒരു സമയം കൃത്യം പറയണമില്ല, എങ്കിൽ പോലും ഒരു 12 മണിക്ക് ശേഷം പൂജ, ആയിലാർ കാവിൽ പൂജ. അന്നൊരു വിശേഷാൽ ഒരു നിവേദ്യമാണ് അപ്പട എന്ന് പറയുന്നത്. അത് വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ അതുണ്ടാവൂ. അതായത് നീരോന്നൽത്തായെന്നും ഈ പ്രക്കുഴയെന്നും. ഈ പ്രക്കുഴ കഴിഞ്ഞതിൻ്റെ പിന്നത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ നീരെഴുന്നള്ളത്ത്, പെരുമാക്ക് നീര് നനക്കുക. ഇതേപോലെ തന്നെ തണ്ണീർ കുടി ചടങ്ങ് വെച്ച് നമ്മളത് പ്രാർത്ഥിച്ചെടുത്ത് ശേഷം ഈ ചന്ദ്രന്മാവിൻ്റെ അടുത്ത് വന്ന്
ഈ പ്രസാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥന ചെയ്ത് നമ്മൾ അടിയന്തര യോഗം കഴിഞ്ഞിട്ട് ഈ മറ്റ് സ്ഥാനികന്മാർ, അതായത് സമുദായി 4 ഊരാളന്മാർ, അതുമായി ബന്ധപ്പെട്ട ചടങ്ങിൻ്റെ സ്ഥാനികന്മാരും ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അധിപനായിട്ട് നിൽക്കുന്നത് സമുദായിയാണ്. അപ്പോൾ അവരും അടിയന്തര യോഗം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിവിടെ കാത്തു നിൽക്കണം. ഈ പുറങ്കലാനും പെരുമണ്ണാനും ഒറ്റപ്പലാനും ആശാരിയും എല്ലാം അവരെത്തിക്കഴിഞ്ഞാൽ ആളൊരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൊണ്ട് ആ സ്ഥാനികന്മാർ അവിടെ നിൽക്കും. നിങ്ങൾ ഇക്കര ഈ പുഴേൻ്റെ ഇക്കര ഭാഗത്ത് വന്ന് നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കും, ഒറ്റപ്പലാൻ പണിക്കറയെ പെരുമാക്ക് നീര് നിൽക്കാമെന്നുള്ള അത് 7 ഇലക്കാരിൽ ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ആന്ന് പറയും. അങ്ങനെയാണ് 3 പ്രാവശ്യം ചോദിച്ചതിന് ശേഷം പുറങ്കിലേനും ആശാരിയും ഈ ഒറ്റപ്പലാനും പുഴയിൽ പോയി മുങ്ങി അന്നേരം നമ്മൾ മാറ്റി കൊടുക്കും. ഈ പുറകിലേന് വെള്ള വസ്ത്രമാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്ത മാറ്റി കൊടുത്ത് പുറകിലേം പോലെ പുഴയിൽ മുങ്ങി ആ ഒരു പ്രത്യേകതരം വഴിയുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ളിൽ, ഈ കാട് വഴി. അതിൽ അവർ സഞ്ചരിച്ച് ആദ്യം മുന്നിൽ വരും, തറയിൽ കയറി നിൽക്കും. ഈ മണിത്തറയിൽ ഇവർ 3 ആളും കയറി ഈ പുറകിലേനും ഒറ്റപ്പലാനും കൂടി അവിടെ ജലം ഒഴിക്കും, അവരെടുത്ത ജലം ഒഴിക്കും. പിന്നീടാണ് സമുദായിയും പടിഞ്ഞിട്ട നമ്പൂരിയും എല്ലാം കൂടെ വരും. പടിഞ്ഞിട്ട നമ്പൂരിയാണ് ആദ്യം ഇതിനകത്ത് അഭിഷേകം ചെയ്യും. പിന്നെ സമുദായത്തിൻ്റെ അവർ അഭിഷേകത്തിൻ്റെ ഇത് കൊടുക്കും. ബാക്കിയുള്ള ഓരോന്ന് ചെയ്യാം. അതിനുശേഷം ആ തറയെല്ലാം വൃത്തിയാക്കി കുറച്ച് അവിടെ ഈ പുലി കാടായിരിക്കുമല്ലോ, ആ പുല്ലെല്ലാം പറിച്ചു മാറ്റി എല്ലാവരും അവിടെ നിന്ന് പിരിയും. പിന്നെ നേരെ അക്കരെ അമ്പലത്തിൽ പോകാം. അതിനുശേഷം നീരോന്നിലത്ത് കഴിഞ്ഞതിന് ശേഷം നെയ്യാട്ട ദിവസം വൈകുന്നേരം ഈ നീരോന്നലത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ വൃത്തിയാക്കുവേ. ഈ കാടൊക്കെ ഇതിൻ്റെ സ്ഥാനികന്മാരുണ്ട്, ഇത് വൃത്തിയാക്കണ്ടേ. അവരൊക്കെ ചേർന്നുകൊണ്ട് ഇതെല്ലാം വൃത്തിയാക്കി നെയ്യാട്ടത്തിൻ്റെ ചടങ്ങോട് കൂടി നിൽക്കും. അതിന് ശേഷമാണ് ഈ നാളം തുറക്കാന്ന് പറയും. അപ്പോൾ ഈ നെയ്യാട്ടായെന്ന് രാത്രി ഒരു 8 മണി, ഒരു 7 മണി 7:30 ശേഷം ചോതി വിളക്ക് എന്ന് പറഞ്ഞൊരു വിളക്ക് വരും. അതൊരു ടൈമുണ്ട്, അത് നമുക്ക് ഏകദേശം സമയം സുമാറിയാൻ പറഞ്ഞു തരും. അന്നേരം സമയം നമ്മൾ പ്രത്യേകം നമുക്ക് പറയാൻ പറ്റില്ല. അത് വരും. ചോതി വിളക്ക് വന്നതിന് ശേഷം കയ്യാലകൾക്കൊക്കെ വിളക്ക് കത്തിക്കുക. നമ്മൾ ഈ കയ്യാലിൻ്റെ ഉള്ളിൽ നമ്മളെ സ്ഥാനപ്പടത്തിന് മുന്നിലായിട്ട് ഒരു വിളക്കുണ്ടാകും. അത് കടാ വിളക്ക് പോലെ നമ്മൾ ഈ ഉത്സവം കഴിയുമ്പോൾ കത്തിക്കും. അന്ന് കത്തിച്ചത് കഴിയുമ്പോൾ കത്തും. അപ്പോൾ അങ്ങനെയാണ് അന്ന് രാത്രി നെയ്യാട്ടവുമായി ബന്ധപ്പെട്ടത് നാളം തുറക്കും. അത് നാളം തുറക്കുന്നത് ഈ ഭഗവാന ഈ 11 മാസവും അഷ്ടബന്ധത്തിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലല്ല അത് അഷ്ടബന്ധം തുറക്കുന്ന അന്നാണ് നെയ്യാട്ടത്തിന് തുറക്കും. അഭിഷേകമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് ഭണ്ണാര തന്നെയാണ്. അത് മണത്തണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഭഗവാന്റെ തിരുവാഭരണങ്ങളും ഇതിന് വേണ്ട ഇവിടത്തേക്കുള്ള എല്ലാ ആഭരണങ്ങളും ഇതിൻ്റെ പാത്രങ്ങളൊക്കെ ഉള്ളത്. ഈ ഭണ്ണാരെന്ന് പറയുന്നത് ഭണ്ണാരല്ല, അത് ഈ വെള്ളീൻ്റെ സ്വർണ്ണത്തിൻ്റെ പാത്രങ്ങളാണ്. അതിന് ഭണ്ണാരെന്ന് പറയാം. അപ്പം ചിലവരേക്കും ഭണ്ണാരം നമ്മളെ പൈസ ഇട്ട് അതല്ല, ഇതിൻ്റെ ആഭരണങ്ങൾക്കാണ് ഭഗവാന്റെ എല്ലാ സാധനത്തിനും ഭണ്ണാരെന്നാണ് പറയാറ്. അപ്പോൾ അതിൻ്റെ ഓരോ പാത്രങ്ങൾക്ക് ഓരോ പേരുണ്ട്. അപ്പോൾ അതൊക്കെ അവിടുന്ന് നമ്മൾ അന്നേരം നമുക്ക് വലിയ സ്ഥാനം വെച്ചാൽ നമ്മൾ അന്നേരം ഒരു ഭഗവതീനെ കെട്ടണം. അതായത് മണത്തനക്കാളി എന്ന് പറഞ്ഞൊരു ഭഗവതിയുണ്ട്. ആ ഭഗവതിൻ്റെ ഒരു കലശമുണ്ട്. ആ ഭഗവതിൻ്റെ കലശം വെള്ളാട്ടം പോലെ കെട്ടി അതിൻ്റെ കുറച്ച് ചടങ്ങുകളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പുരാതന കാലത്ത് പോകുന്ന സ്ഥലം ഈ മാരമംഗലം പുത്തലെന്നെല്ലാം പറയുന്നത്. അങ്ങനെയില്ല പൂതനാക്കൂൾ, അങ്ങനെയില്ല സ്ഥലത്ത് ലാസ്റ്റ് കരിമ്പന ഗോപുരത്തിനടുത്ത് പോയി ഈ ഭഗവതി താക്കോൽ കൊടുക്കണം. അപ്പോൾ ഈ മേപ്പാട്ട് മണാളെന്ന് പറയുന്ന ഒരു സ്ഥാനിയുണ്ട്. അയാൾ ഭഗവതിൻ്റെ ഒരു പ്രതിപക്ഷമാണ്. അപ്പോൾ അയാൾ എടുക്കുന്നു, പിന്നെ അയാളൊരിക്കൽ സൂക്ഷ്മം അതിലുണ്ടാവുക. അയാൾ ഈ ഭഗവതി കൊണ്ട് കൊടുക്കും താക്കോൽ. തിരിച്ച് താക്കോൽ ഭഗവതി, അതായത് സമുദായി ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന പ്രധാനമായിട്ട് നിൽക്കുന്ന, അതായത് രാജാവിന് സമത്വമായിട്ട് അതിൻ്റെ അധിപനാണ്. അപ്പോൾ ആ സമുദായിയോട് വിളിച്ചറിയിച്ച് ഈ താക്കോൽ കൊടുത്ത് അനുവാദം കൊടുക്കും. ഇത്ര വർഷം ഈ ഇവിടത്തേക്ക് വേണ്ട ആഭരണങ്ങളും അല്ലെ ഭണ്ണാര വസ്തുക്കളും എത്രയാണോ അതിൻ്റെ കണക്ക് പള്ളിയുണ്ട്. അപ്പോൾ കണക്ക് ഓരോ വർഷത്തെ ഓരോ ചിട്ടയാണ്. അപ്പോൾ ചിട്ട പോലെ അതും നമുക്ക് അല്ലെ മറ്റുള്ളവർക്കോ അതറിയില്ല. അതെല്ലാം രഹസ്യമായിട്ടുള്ള കാര്യം. അത് പൂജാതി ഈ കർമ്മത്തിന് വേണ്ടത് ആ അടിയന്തരക്കാർക്ക് മാത്രമേ അറിയൂ എന്തെല്ലാമാണ് എങ്ങനെ. അപ്പോൾ അത് ഭഗവതിയാണെന്ന് പറയും. പറഞ്ഞതിന് ശേഷം നേരെ കരിമ്പനക്കിൽ പോകും. അതിൻ്റെ തൊട്ടപ്പുറത്ത്, അത് ഗോപുരത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ കരിമ്പനക്കിലെ ഈ ഭഗവതിൻ്റെ സ്ഥലം. ഈ ഉത്സവവും അതിൻ്റെ ഭഗവതിൻ്റെ പൂർണ്ണരൂപത്തിൽ ഉത്സവം കഴിക്കുന്നത്. അവിടുന്ന് ഭഗവതിൻ്റെ നോട്ടം നേരെ ഭഗവതിൻ്റെ വടക്ക് ഭാഗത്താണ് ഈ ഭണ്ണാര അറകളൊക്കെ ഈ ഭഗവാന്റെ തിരുവാഭരണം. അപ്പം ഈ മണത്തണ ദേശത്തിൻ്റെ അധിപതിയാണ്. അതായത് പിന്നെ ഈ ഭണ്ണാര ഈ ഭഗവാന്റെ അതായത് ശിവൻ്റെ പുത്രിയാണ്. വടക്കാട്ട് ലക്ഷം എന്നാണ് ഭഗവതി പറയാം, നാമതിം ചെയ്യുക. ഈ
ഭഗവാനെ വിളിക്കുന്നത് ഓടക്കാട്ടിലച്ഛൻ. അപ്പോൾ അത്രയും മണത്തണ ദേശത്തിൻ്റെയും നമുക്ക് ആ ഭഗവതിന് പറയുന്നത് മണത്തണ ദേശത്തിൻ്റെ അധിപതി എന്നാ പറയുക ഭഗവതിനെ. അപ്പോൾ അതിനടിക്കാത്തൊരു സൂക്ഷ്മത, അതായത് ഭഗവാന്റെ തിരുവാഭരണങ്ങളും മൊത്തം സംരക്ഷിക്കുന്ന ഇത് ഭഗവതിയാണ്. അപ്പോൾ ഇവിടെയും പ്രാധാന്യം ഭഗവതിക്കാണ്. എല്ലാത്തിനും മുമ്പിൽ അമ്മയാണ്. ഈ അമ്മ അറക്കലാണ്. ഈ ഇപ്പോൾ ശീവേലി ആയിക്കോട്ടെ, ശീവേലിക്ക് ആദ്യം മുന്നിൽ എല്ലാം കർമ്മത്തിലെല്ലാം ഭഗവതിക്കാണ് മുൻതൂക്കം. ആദ്യം മുതലേ കായലാറാവിലെ ഫസ്റ്റ് പൂജയാണെങ്കിലും അതാണ്. അപ്പോൾ ആ ഭരണരംഗത്തിന് ഈ അനുവാദം കൊടുത്ത് കരിമ്പനക്കൽ പോയി. കരിമ്പനക്കൽ നിന്ന് അവിടുത്തെ ഊരാളുണ്ടാവും. കരിമ്പനക്കൽ ചാത്തോത്ത് തറവാട്ടിലെ ഊരാൾ. അതിന് കുളങ്ങരയത്ത് പോകണം ഫസ്റ്റിൽ. അപ്പോൾ അവിടുന്ന് കുളങ്ങരയത്ത് ഊരാളിന് ഒന്നാം ഊരാളിന് അവിടുന്ന് ഭഗവതി അടക്കേരി അവിടുത്തെ കാരണവറ, അതായത് തറവാട്ട് കാരണവറാന്ന് ഈ ഊരാളെന്ന് പറയാം. അപ്പോൾ അവരെ ഭഗവതി കൊട കൊടുത്ത് പിന്നെ ഭഗവതിൻ്റെ ആജ്ഞ കൊടുത്ത് ഊരാളിനെ വിട്ടയക്കണം. ലാസ്റ്റ് കരിമനക്ക് പോകുക. ആ കരിമനക്ക് പോയി ഈ ഊരാളിനെ ഈ കൊട ഭഗവതിയാന്ന് കൊടുക്കുക. അമ്മ കൂടെ ഉണ്ടാവുന്നില്ല രീതിയിൽ അവരെ തറവാട്ടിൽ വെച്ചാരാധിക്കുന്നതെന്ന് ഈ ഭഗവതിനെ ഈ കരിമ്പനക്കലും കുളകരയത്തൊക്കെ ഈ അമ്മേനെ അവരെ തറവാട്ടിൽ. അപ്പം ബാക്കി 4 ഊരാളന്മാരിൽ 2 ആൾക്ക് ഭഗവതിയും മറ്റുള്ളവർക്ക് മറ്റുള്ള ദേവന്മാരുണ്ട്. ഇവർക്ക് 2 ആൾക്ക് കുളങ്ങരയത്താന്ന് ഭഗവതി, കരിമ്പനക്കലും ഭഗവതിയുണ്ട്. അപ്പോൾ അവർ 2 തറവാട്ടിற்கு ഭഗവതിയാണ്. പിന്നെ മറ്റേ 2 തിട്ടയിലും ആക്കലും അവർക്ക് മറ്റ് ദേവനാണ്. ഒരു ശിവൻ തന്നെയാണ് പെരിഘാതകനായിട്ടുള്ള ദേവനുണ്ട്. അവരൊക്കെ 2 ആൾക്കും ആരാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്മൾ കരിമനക്കിൽ പോയി ഈ ഭഗവതി അവിടെ നിന്നാണ് കഴിയുക. ഈ കൊടുത്ത് ഊരാളിനെ വിട്ടയച്ചതിന് ശേഷം അവിടെ നിന്ന് വിളിച്ചറിയിക്കുക എന്ന് പറയും ഭഗവതിൻ്റെ. അതായത് ഈ ഉത്സവം കഴിയും വരാം ഇത് ഇവിടത്തേക്ക് അമ്മ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഈ ഭണ്ണാരത്തിൻ്റെ കൂടെയും ഈ അപ്പോൾ സമുദായനെല്ലാം ഏൽപ്പിക്കുക. അപ്പോൾ കൂടെ ഉണ്ടാവും അമ്മ എന്ന രീതിയിൽ അവിടെ നിന്ന് കത്തിച്ചൊരു വിളക്കാന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ആ വിളക്കായിട്ട് ദീപം പോലെയാണ് അമ്മ. അപ്പോൾ ഇതിൻ്റെ കൂടെ തിരിച്ച് അതേപോലെ തിരിച്ചവിടെ ഏൽപ്പിക്കും വരാം. ഭഗവതിൻ്റെ അണ്ടറിലാണ് ഇതിലൊക്കെ ഇത് അമ്മയാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇവിടുത്തെ ചടങ്ങ് ലാസ്റ്റ് ഈ തൃക്കലശാട്ട് കഴിഞ്ഞിട്ട് ചപ്പാരത്തിലൊരു അടിയന്തരമുണ്ട് ഈ ഊരാളന്മാരെ സ്ഥാനികന്മാരെ. അത് കഴിഞ്ഞിട്ട് കുളങ്ങരയത്ത് കണ്ണാര അടച്ചുപൂട്ടി കലശം എന്ന് പറയാം. അതൊരു പ്രത്യേക ചടങ്ങോട് കൂടിയുള്ള കലശ. ഈ കുറിച്ച സമുദായത്തിലെ അതിൽ കാടൻ എന്ന് പറയുന്ന ആടുന്ന ഒരാളുണ്ട്. ആടും ദേവന, ഒരു ദേവിയും ദേവനുമായിട്ടാണ്. അത് ഒരു കിരാതമൂർത്തിനെ പോലെയാണ്. അത് ശിവന ശക്തിയായിട്ടുള്ള രീതിയിലാണ് അടുത്തൊരു ഇത്. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യണം. അതും കൂടി ചെയ്യുമ്പോൾ ഇവിടുത്തെ ദേശത്തിൻ്റെ ഒരു ഈ ഒരു കളി ഇവിടുത്തെ ഉത്സവത്തിനൊരു പൂർണ്ണത വരും. അതിനുശേഷം നമ്മളെ ബാക്കിയുള്ള നാട്ടിലൊരു പൈൻകുറ്റി ആയിക്കോട്ടെ, പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിലെ പൂജകൾ. നമുക്കിപ്പോൾ കലശം കഴിക്കണം. ചൊവ്വാവള്ളിയെല്ലാം ദേവീക്ഷേത്രം ഉണ്ട്. അവിടെ ഒന്നൊരു ഈ ഉത്സവം പ്രമാണിച്ച് അല്ലെ ഭഗവാന്റെ ഈ അടിയന്തരത്തെ കുറിച്ച് കഴിഞ്ഞാൽ പ്രക്കുഴം മുതൽ പിന്നെ ഒന്നും ചെയ്യൂല. ഇനി ഭഗവാന്റെ ഈ ഉത്സവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി നാട്ടിലെ മണത്തണ ദേശത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കാഞ്ഞിരപ്പുഴയ്ക്ക് ഇക്കര ബാക്കി ചടങ്ങുകൾ ചെയ്യും. ഇനിയിപ്പം ഇനി അടുത്ത ദിവസം നെയ്യാട്ടാണ്, അല്ല സോറി നെയ്യാട്ടല്ല, ഇളനീ വെപ്പ് ചൊവ്വാഴ്ച ഇളനീ വെപ്പ്, ബുധനാഴ്ച ഇളനീരാട്ടം. പിന്നെ ഇങ്ങോട്ടേക്ക് ഇനി വിശേഷാൽ പൂജകളാണ്. അതിന് ലാസ്റ്റ് കലശ മകം കഴിഞ്ഞാൽ കലശാട്ടം. ഇപ്പം ഇങ്ങനെയെല്ലാം ഇവിടുത്തെ ചടങ്ങുകൾ അതിപുരാതനമായ ഇന്നും ഇവിടെ നാനാജാതി, അതായത് ജാതിയിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യത്തോടു കൂടി അനവധി സ്ഥാനികന്മാരുണ്ട് ഇവിടെ. എല്ലാ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ ഓരോ അവകാശങ്ങളാണ്. ഓരോ സ്ഥാനികന്മാർക്ക് ഓരോ അവകാശമാണ്. ഇതേപോലത്തെ ഒരു ക്ഷേത്രം മറ്റേടി ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാ സമുദായങ്ങൾക്കും പിന്നെ സ്ഥാനവും അവർക്ക് വേണ്ട അവർ ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങളും എല്ലാവരും ഒത്തുചേരുമ്പോൾ എടുത്തൊരു പൂർത്തീകരിക്കുന്നൊരു അതൊരു ഈക്വാലിറ്റിയാണെന്ന് വെച്ചാൽ വേർതിരിച്ചിട്ടുള്ളൊരു സംഭവമില്ല. എല്ലാവരും വേണം അവിടെ. ഭഗവാന്റെ അടുക്ക് എല്ലാവരും വേണം. എല്ലാ സമുദായവും ഒത്തുചേർന്ന് കൊണ്ടാണ്. അതായത് പണിയ സമുദായം മുതൽ പിന്നെ അങ്ങ് മുകളിൽ വരെ, ഏറ്റവും താഴേന്ന് മുതൽ മുകളിൽ വരെ ഇല്ല ആൾക്കാർ. ബ്രാഹ്മണ്യാന്നല്ല ഏറ്റവും വലുത്. അപ്പോൾ രാജകീയമായിട്ടുള്ള അവസ്ഥയുണ്ട്. രാജാവിൻ്റെയും ആയിട്ടുള്ള ഇത് തന്നെ. അപ്പോൾ ഏറ്റവും താഴേക്കടയിൽ നിന്ന് ഏറ്റവും മേൽക്കടകം വരെയില്ല ആൾക്കാർ പങ്കെടുത്തുകൊണ്ട്, സ്ഥാനികന്മാർ പങ്കെടുത്തുകൊണ്ട് ചെയ്യുന്നൊരു ചടങ്ങാണ്. എല്ലാവരും വേണം ഭഗവാൻ്റെ. ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ചെയ്യാൻ. അപ്പോൾ അത് കൃത്യം പോലെ അവരെ പൂർവ്വന്മാർ എന്താണോ ചെയ്തതിന് അത് കൃത്യം പോലെ അവർ ഇന്നും പാലിക്കുന്നുണ്ട്, ചെയ്തു വരുന്നുണ്ട്. ചടങ്ങിലൊരു വിഘ്നം വരുത്താതെ. അതൊന്നും ഇപ്പോൾ ഇവിടെ ആയിക്കോട്ടെ പരമാവധി ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നായാലും ഇതിപ്പോൾ കൊട്ടിയൂർ ദേവസ്വമാണ്. ട്രസ്റ്റി ബോർഡും ഉണ്ട്, ഇതിനൊരു ബോർഡും ഉണ്ട്. അതായത് ഇവിടുത്തെ ഊരാളന്മാരും അല്ലാണ്ട് ദേവസ്വമുണ്ട്. അപ്പം ദേവസ്വം പരമാവധി കഴിയുന്ന വരുന്ന ഭക്തന്മാർക്ക് വേണ്ട ദേവസ്വത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഓരോ കൊല്ലത്ത് അതിന് മാറ്റങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടത്
സൗകര്യങ്ങൾ. പിന്നെ ഓരോ കൊല്ലം ഓരോ ആൾ വരുമ്പോൾ പറയും ഇത് പോരാ പോരാ പോരാ. പക്ഷെ ഇതിന് അങ്ങനെ അധികമൊന്നും ഇവിടെ അധിക വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണാൻ ഇതൊരു പ്രത്യേക അന്തരീക്ഷമല്ലേ. ഇവിടെ ഒരു വനത്തിൻ്റെ നടുക്ക് ഇങ്ങനൊരു കാവ് അല്ലെങ്കിൽ ഒരു സങ്കല്പ സന്നിധാനം നോക്കുമ്പോൾ അതിന് പ്രകൃതി ആയിട്ട് ഇണങ്ങി ചേർന്നത്. ഇതെല്ലാം പ്രകൃതിയാണ്. ദേവൻ മൊത്തം പ്രകൃതിയിൽ. നിങ്ങൾക്കിപ്പോൾ എവിടെ നിന്ന് വന്നതെന്ന് കൊച്ചിയിൽ നിന്ന് വന്ന നിങ്ങൾക്കില്ല മനസ്സിൽ വന്നൊരു അനുഭൂതി നമുക്ക് അനുഭവിച്ചറിയണമല്ലോ. കണ്ടിട്ട് കേട്ടിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങൾ വന്നിവിടെ കണ്ടറിഞ്ഞു അല്ലേ. നമ്മളിനിയിപ്പോൾ അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്നല്ലേ. അപ്പോൾ അനുഭവിച്ചറിയുമ്പോൾ എടുത്ത് എന്താണെന്നതിന് പറയാൻ പറ്റില്ല. നമുക്ക് ദേവനിൽ വരുന്ന ചൈതന്യവും അല്ലെ ഇവിടുന്ന് വരുന്നൊരു പോസിറ്റീവ് എനർജി അതൊരു പ്രത്യേകതയല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ നിൽക്കാനും ഭഗവാനെ സേവിക്കാനും അല്ലെ ഭഗവാന്റെ ഈ പാദത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഭാഗ്യമല്ലേ. ഒരു സ്ഥാനം കിട്ടും അല്ല ഈ ഭഗവാന്റെ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് കോടി രൂപ കൊടുത്താൽ കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് എന്നും പിന്നെ ഇവിടെ അതുപോലെ ഉത്സവം ലാസ്റ്റ് ഉത്സവമല്ലേ ഫൈനൽ ഡേ അവസാന ദിവസം അതിൻ്റെ ഒരു ചടങ്ങ് എങ്ങനെയാണ്? കലശാട്ട് എല്ലാവർക്കും ഒരു പിന്നെ ചിന്തയാണ്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ അമ്പലം ഇതിവിടെയൊക്കെ തീയിടും കത്തിച്ച് കളയുന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നത്. ഇത് ശ്രീകോവിലിൻ്റെ ഇവിടെയെല്ലാം താൽക്കാലിക. ഈ പർണശാലകളൊക്കെ താൽക്കാലികമായി കെട്ടിക്കുന്നു. അതാണ് ഇവിടെയൊന്നും പിന്നെ ബിൽഡിംഗ് ആകാത്ത. അന്നേരത്തേക്ക് ഈ 28 ദിവസം ഇതെല്ലാം തനിയെന്നെ ക്ഷയിച്ചു പോയി. അതിനകത്ത് ഈ കലശാട്ടായിരുന്നു ഈ ഭഗവാന്റെ സ്വയംഭൂവിലെ സ്ഥലത്തിൽ ശ്രീകോവിൽ ഇപ്പം കെട്ടിയിട്ടുണ്ട്. അത് അന്ന് പൊളിക്കും. ആ ശ്രീകോവിൽ പൊളിച്ചിരുന്നു. അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ബാളറിയും ഭണ്ണാരറിയും എല്ലാം ഒന്നാണ്. താഴത്തെ തടപ്പള്ളി അതിൻ്റെ ഓലകൾ മേഞ്ഞ ഒരു പ്രത്യേകതരം ഓലയാണ്. ഞെട്ടിപ്പനാന്ന് പറഞ്ഞത് ആ മേഞ്ഞത് അങ്ങനെ ഉണ്ടാവും. അതിനുശേഷം അന്ന് ഈ കലശാട്ട് ലാസ്റ്റ് ദിവസം അന്ന് കളപാട്ടം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ അഷ്ടബന്ധം വെച്ചിട്ട് ലാസ്റ്റ് ചടങ്ങാണ്. അതൊന്നും ആരും ഉണ്ടാവില്ല. അതും അതിന് ബന്ധപ്പെട്ട ചടങ്ങിലെ സ്ഥാനികന്മാരേ ഉണ്ടാവും. പബ്ലിക്കിനോ അല്ലെങ്കിൽ പറഞ്ഞ് നമുക്കൊന്നും കാണാൻ പറ്റുമോ. അപ്പോൾ അത് രഹസ്യം. അതാണ് പറഞ്ഞാൽ എല്ലാം രഹസ്യമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഉത്സവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റേ പൂവില്ല നമ്മുടെ കുടപ്പൂ അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ്? അത് കുടപ്പൂ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ചെറുതിലെ ഇങ്ങനെ നമ്മളച്ഛൻ്റെ കൂടെ വന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ചെറുതിലെ പറയും ദക്ഷൻ്റെ താടിയാന്ന് പറയുന്നത്. പിന്നെ ശിവൻ്റെ ജടയാന്ന് പറയുന്നത് ചിലവർ. പിന്നെ ബൃഹുമുനീൻ്റെ താടിയാന്ന് പറയുന്നത്. ഇങ്ങനെ പലതുമായിട്ട് അതിനെ ഉപമിക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു ശിവലിംഗം പോലെ തോന്നില്ല നമുക്ക്. അതായത് നമ്മൾ കൈലാസത്തിലാണ് ഈ കേദാർനാഥ് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ ഐസിൽ സ്വയംഭൂ കാണുമ്പോൾ ഇങ്ങനെ ഏകദേശം അതേ രൂപത്തിലില്ലേ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഭഗവാന്റെ ഒരു എന്നും സ്മരിക്കാനായിട്ടുള്ള ഒരു ഓർമ്മയാണ് ആ ഓടപ്പൂ എന്ന് പറയുന്നത്. ഇത് കൊട്ടിയൂർ മാത്രം കിട്ടുന്നൊരു സാധനമാണ്. ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ ഇത് ഉണ്ടാവൂ. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് പ്രത്യേക പെർമിഷൻ ആളുകളുണ്ടോ? അതെങ്ങനെയാണ് സംവിധാനം? ഇതിപ്പം ദേവസ്വത്തിൻ്റെ കീഴിലും പിന്നെ ഈ പ്രദേശവാസികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദേവസ്വത്തിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ പണ്ടേ ഇപ്പം ദേവസ്വം അതിൻ്റെ പാറ്റേൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാറ്റേൺ എടുത്തിട്ടുണ്ട് ദേവസ്വം. അപ്പോൾ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ പബ്ലിക്കും ഉണ്ടാക്കും. ഈ ദേശവാസികൾ ഇതുമായി വന്ന് പണ്ടേ നിൽക്കുമ്പോൾ വലിയ ആൾക്കാർ അവരും അത് ഉണ്ടാക്കും. ഓട വെട്ടിക്കൊണ്ടുവന്ന് അത് കല്ല് വെച്ച് അടിച്ച് ചതച്ച് ഉണ്ടാക്കുന്ന അത് പ്രത്യേക രീതി. എല്ലാ സമയത്തൊന്നും അടിച്ചാൽ ഓട കിട്ടൂല. ഈ ഉത്സവമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്യുമ്പോൾ അത് കിട്ടും. അപ്പോൾ എന്തായാലും കൊട്ടിയൂർ വന്നാലും ഒരു ഓർമ്മയാണ്. അത് ഭഗവാനടുക്ക പോയെന്നൊരു ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് അതിനാ ഈ ഓടപ്പൂന. അപ്പോൾ ആര് വന്നാലും ഇത് പോകുമ്പോൾ ഒരു പൂ വാങ്ങി കൊണ്ടുപോകും എന്ന് ഭഗവാന്റെ ഒരു പ്രതീതിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അതിനെ അഭിസംബോധന എന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഇത് പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ ഓടപ്പൂന. അപ്പോൾ അത് സ്വയം ഓരോ ആൾ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ കാണുക. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ മഴയാണ് ഫുള്ള്. ഇതൊരു മഴയത്ത് അത് മഴയാണ്. പണ്ടേ പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ഈറിനോടെ വരുവാന്നാണ് പറയാം. നമ്മൾ പിന്നെ ബാവലിക്കെട്ടിൽ മുങ്ങി ഈറിനോടെ വന്ന് തൊഴുക. മഴയാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം. എപ്പോൾ മഴയുണ്ടാവും. ഇത് ഉത്സവത്തിൻ്റെ ടൈം മാറിയിട്ടും വരും. അതായത് ജൂണിലേക്കും വരും. അതായത് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ
മെയ് മാസം ലാസ്റ്റ്, മെയ് ലാസ്റ്റോട്ടെല്ലാം വരാം. ഇത് ഈ നക്ഷത്രങ്ങളും ഈ ഡേറ്റിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഓരോ ഇതിപ്പോൾ കുറച്ച് വൈകിട്ടേ ഉത്സവം ഇങ്ങോട്ടേക്ക്. സാധാരണ ജൂൺ 10 ഉത്സവം കഴിയും, അങ്ങോട്ടേക്കാണ് വരുന്നത്, മുന്നോട്ടേക്ക് വരുന്നത്. ഇത് ബാക്കോട്ടേക്കല്ല വന്നത്. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് വരും, ക്ലൈമറ്റിൻ്റെ മാറ്റങ്ങൾ വരും ഈ സമയത്തിൻ്റെ. അത് ഈ പിന്നെ ഇതിൻ്റെയാണ് മാസങ്ങളെ വ്യത്യാസങ്ങൾ വരുമ്പോൾ വരുന്നതല്ലോ. ഈ വർഷങ്ങൾ വരുമ്പോൾ ചില ചേഞ്ചുകൾ വരുമല്ലോ, നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വരുന്നത്, അങ്ങനെ വരുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ഉത്സവം ഇതിന് മുന്നോട്ടായിരിക്കും, നേരത്തെ ആയിരിക്കും, ജൂണിലേക്ക് ഉത്സവം കഴിയുന്ന രീതിയായിരിക്കും. ഇതിപ്പോൾ ജൂൺ മൊത്തമായിട്ടില്ല ഉത്സവം വരുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോൾ പുഴയിൽ നമ്മളെ കല്ല് ഉറയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു ചരിത്രം എന്താ? ഇവിടെ പണ്ട് ശങ്കരാചാര്യർ വന്ന സമയത്ത് പോലും പറഞ്ഞു കേട്ടാണ്. അപ്പോൾ ശങ്കരാചാര്യർ വന്നു ഇവിടെ ദർശനത്തിന്, ഭഗവാൻ ഇങ്ങനെ സ്വയംഭൂട്. അപ്പോൾ ശങ്കരൻ അപ്പുറം നിൽക്കുകയായിരുന്നു, അതായത് അക്കരെ അമ്പലത്തിൽ ഇക്കരെ കൊട്ടിയൂർ നിന്നിട്ട് ഇക്കരയ്ക്ക് വന്നിട്ട് ഇവിടുത്തെ എല്ലാ കല്ലുകളും ഭഗവാൻ ഇവിടുന്ന് കല്ല് കൊണ്ടുപോകാൻ പാടില്ല വീട്ടിലേക്ക്. നമുക്കിപ്പോൾ നല്ല മൂഹിക്കും, പല കല്ല് കണ്ടാലും നല്ല തിളക്കെല്ലാം കണ്ടാൽ തോന്നുന്നു നമുക്കിതൊന്നും എടുത്ത് കൊണ്ടുപോകാം, അത് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ മസ്റ്റ് ഇവിടെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ കല്ലിലും ഭഗവാന്റെ ചൈതന്യം, നമ്മൾ ചവിട്ടുന്നതൊക്കെ ഭഗവാന് എന്നാണ് സങ്കല്പം പറയുന്നത്. ശങ്കരൻ തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കല്ലുകൾ പുഴയിൽ നിന്ന് ഇപ്പോൾ ഇവർ കുളിച്ച് ഈർന്നായിട്ട് തൊട്ട് ചന്ദനം പോലെ ഉണ്ടാവും. ഉരച്ച് കഴിഞ്ഞാൽ 2 കല്ലെടുത്ത് തമ്മിലുറച്ച് തൊടും. പുറത്തുനിന്ന് ഇപ്പം കുളിച്ച് നമ്മളിപ്പോൾ വരുന്നവർ തൊട്ടിട്ടാണ് വരിക. അത് ഒന്നിക്കുക ഭസ്മത്തിൻ്റെ കളറായിരിക്കാം, അധികം ഭസ്മം പോലെ ഉണ്ടാവാം, ചന്ദനം പോലെയുള്ള, ചിലത് ചന്ദനം പോലെ ഉണ്ടാവും, ചിലത് ഭസ്മത്തിൻ്റെ കളർ ഉണ്ടാവും. അങ്ങനെ 2 ചേഞ്ച് ആയിട്ടുണ്ടാവും. അത് ഓരോ കിട്ടുന്ന കല്ലിൻ്റെ അവസ്ഥ. അധികം അത് ഇവിടെ ആരും കൊണ്ടുപോകില്ല. അത് ഇതാണ് ഭഗവാന്റെ ചൈതന്യത്തിലുണ്ടാകുന്ന കൊണ്ടുപോകും. അപ്പം അങ്ങനെയാണ്. പിന്നെ നമുക്ക് എന്താ പറയാൻ ഉത്സവത്തെക്കുറിച്ച് പറയാനുള്ള ഒരു കഥകൾ? എന്നപ്പോൾ ഇത് ഒരു വിശേഷാൽ എന്ന ഒരു സന്നിധാനമാണ്. എന്ന് വെച്ചാൽ ഇതിനെ വർണ്ണിക്കാനോ പറയാനോ ഒന്നും നമ്മുടെ ആളല്ല. നമുക്കിത് എത്രത്തോളം ഒരു മഹത്തരമായ, ഇത് അതിപുരാതനമായ ഒരു സങ്കേതമല്ലേ. ആ സങ്കേതത്തിൻ്റെ ചൈതന്യം എത്രത്തോളം നമുക്ക് അളക്കാനൊന്നും നമ്മളെ ആളല്ലല്ലോ. അപ്പോൾ വന്നവരിന്നും ഇപ്പോൾ ഈ വർഷം നിങ്ങൾ വന്നിട്ട് എന്തായാലും അടുത്ത വർഷം നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ എന്തായാലും 2 ആളെ നിങ്ങൾ കൂട്ടും വാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ദിനംപ്രതി വർദ്ധിച്ചു. എന്തായാലും ഭഗവാനോട് ഏത് നമ്മളെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മളെ സങ്കടങ്ങൾ, ഇതിപ്പോൾ വിശ്വാസി ഉണ്ടാവും, അവിശ്വാസികളുണ്ടാവും. നമുക്കിപ്പോൾ വിശ്വാസത്തോട് മാത്രമേ പറയണ്ടൂ, നിരീശ്വരവാദിയോട് പറയേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗത്തിൽ നമ്മളെ ആചാരങ്ങൾ അനുഷ്ഠാനം, നമ്മളൊരു ഹിന്ദു എന്നുള്ള രീതിയിൽ നമ്മളെ വിശ്വാസമാണ്, നമ്മളെ പൂർവ്വന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴികളാണ്. ആരാധിക്കേണ്ട ഇപ്പം 33 കോടി ദൈവങ്ങളുണ്ട് നമുക്ക് ഇല്ലേ. അപ്പോൾ നമുക്ക് ആരാധിക്കാൻ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്, പക്ഷേ ഓരോ സ്ഥാനത്തും ഓരോ മഹത്വങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഇല്ല, മറ്റെവിടെയും ഇല്ല. അത് ഇവിടെ വന്ന് കിട്ടേണ്ട അനുഭൂതികളല്ലേ, ഇവിടെ വന്ന് ഭഗവാന്റെ ചൈതന്യം കിട്ടുന്ന നമുക്ക് ഇവിടെ തന്നെ വരണം. അപ്പോൾ ഇവിടെ അത്രയും യാഗങ്ങൾ, അത്രയും മന്ത്രങ്ങൾ, ഉച്ചാരണങ്ങൾ, തന്ത്രിമാർ ഓരോ പൂജയിലും ജപിക്കുന്ന മന്ത്രങ്ങൾ അത്രയും പവർഫുള്ളില്ല മന്ത്രങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എനർജി എന്തായാലും വരുന്ന ഭക്തന്മാർ, അല്ലാണ്ട് വെറുതെ ഇത് ടൂർ വരുമ്പോൾ വന്നിട്ട് ആരും പോകില്ല, ഭഗവാനെ കണ്ടിട്ടില്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം അനവധി ഭക്തന്മാർ, അനവധി പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഇവിടെ വന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരെ അനുഭവങ്ങളിൽ നമ്മളോട് പറയും, നമ്മൾ ചോദിക്കൂടി എന്നാ വഴിപാട്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇന്നേ പോലെ പോയി നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നു അത് ഭഗവാനെ സമർപ്പിക്കാം, പ്രാർത്ഥിച്ചോ, എല്ലാം ഭഗവാൻ സാധിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ഭക്തന്മാർ വീണ്ടും ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്ന ആളല്ല ഇക്കൊല്ലോ. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് കണ്ടിട്ടും ഇതിനനുഭവിച്ചറിയാനും അടുത്തറിയാനും വേണ്ടി ഭക്തന്മാർ ജനപ്രവാഹം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇത് തന്നതിന് വളരെയധികം നന്ദി. ആയിക്കോട്ടെ, ചെറിയൊരു വിവരണയിലും എങ്കിലും വളരെ നന്നായി, സന്തോഷം. വളരെ നന്ദി. ശരി, താങ്ക് യു. വയനാടൻ ചുരങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ബാവലിപ്പുഴയാണിത്. ഇതിൻ്റെ തീരത്താണ് കൊട്ടിയൂരും ഈ അമ്പലവുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവം നടക്കുന്ന അക്കരെ ക്ഷേത്രത്തിൽ പോയ ശേഷമാണ് നമ്മൾ പിന്നീട് ഇക്കരെ ക്ഷേത്രത്തിൽ വന്നത്.
കൊട്ടിയൂർ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാന കൗതുകങ്ങളൊന്നായ ഓടപ്പൂ നിർമ്മിക്കുന്ന കാഴ്ചയാണിത്. ഇത്തരത്തിലുള്ള നിരവധി ഓടപ്പൂ വിൽക്കുന്ന കടകൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. തദ്ദേശവാസികളും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുമാണ് ഇത്തരത്തിൽ ഓടപ്പൂക്കൾ നിർമ്മിച്ചു നൽകുന്നത്. ഏതാണ്ട് 6:30-7 മണിയോട് കൂടി തന്നെ നമ്മൾ എല്ലാവിധ ചടങ്ങുകളും പൂർത്തിയാക്കി തിരിച്ച് കാറിലേക്ക് നടക്കുകയാണ് ചെയ്തത്. പോകുന്ന വഴി വാഹനങ്ങളുടെ നീണ്ട ക്യൂ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 7 കിലോമീറ്ററോളം വാഹനങ്ങളുടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇന്നലെ. ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അകലെ മാറിയുള്ള ചുങ്കം എന്ന ജംഗ്ഷനിലാണ്. അവിടെയുള്ള പള്ളിയുടെ മുറ്റത്താണ് ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് ഞങ്ങളെ അത്ര എഫക്റ്റ് ചെയ്തില്ല. തിരിച്ച് രാത്രി ഏതാണ്ട് 7:30 കൂടി തന്നെ ഞങ്ങൾ കോലാടുള്ള റൂമിലെത്തുകയും അവിടെ നിന്ന് ഫ്രഷായ ശേഷം ഏതാണ്ട് 8:30 കൂടി തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.